ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലം ഇത്. ഇവിടെ വന്നാൽ ഇത് കാണാതെ പോലെ. ഡാമിൻ്റെ മുകളിലെ കാഴ്ചയൊന്നും അല്ല കാണേണ്ടത്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ കാണത്തുമില്ല. ഇടുക്കി ഡാമിനോട് ചേർന്ന് ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്. ഈ തൊട്ട് അങ്ങേപ്പുറത്ത് തന്നെയാണത്. ആ പാർക്കിലേക്ക് നമ്മളൊന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമിൻ്റെ മുഴുവൻ കാഴ്ചകളും കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഡാമിലേക്കാണ് നമ്മൾ കയറുന്നെങ്കിൽ നമ്മൾ ഈ നടുക്കൂടെ നടക്കുമ്പോൾ രണ്ട് സൈഡിലെ ഈ ജലാശയം മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. മറ്റു കാഴ്ചകളൊന്നും കാണാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പം ഈ ഡാമിലേക്ക് കയറാതെ ഈ തൊട്ടടുത്തുള്ള ഈ ഹിൽവി പാർക്കിലേക്ക് ഇങ്ങനെ കയറുകയാണ്. എന്താണെങ്കിലും നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഇത് സ്ഥലം നമ്മുടെ ഇടുക്കി ഡാമുണ്ടല്ലോ, ഇടുക്കി ഡാമിനോട് ചേർന്ന് തന്നെയാണ് ഈ ഹിൽവ്യൂ പാർക്ക്. ഒരു അഡ്വഞ്ചർ പാർക്കാണ്. അവിടുത്തെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ ഡാമിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലും ജലാശയം, നടുക്കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്നു ഡാമിൻ്റെ മുകളിൽ കൂടെ. പക്ഷേ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ജലാശയം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഡാമിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഡാമിൻ്റെ വീഡിയോയോ ഫോട്ടോ ഒന്നും പകർത്താൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. ഡാമിൻ്റെ വിദൂര കാഴ്ചകളും എല്ലാം ഇവിടെ നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇത് കണ്ടോ, നമ്മൾ ഈ പാർക്കിലോട്ട് ഇവിടെ കയറി വന്നു കഴിയുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ചെടികളാണ്. ധാരാളം ചെടികളുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ നിറയെ പൂത്തിളഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ നിൽക്കുന്ന നമ്മുടെ കദളി എന്ന് പറയുന്ന ചെടിയാണ്. ഈ വയലറ്റ് കളറിൽ പൂക്കളുമായിട്ട് ഇഷ്ടംപോലെ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടുത്തെ തിരക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല, നല്ല തിരക്കാണ് അകത്ത്. കാരണം എനിക്ക് തോന്നുന്നത് അധികം ആൾക്കാരും ഡാമിലേക്ക് കയറാതെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുണ്ടോ, ഇതുപോലെയുള്ള കാഴ്ചകളെങ്ങൊന്നും നമ്മൾ ഡാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. എത്ര മനോഹരമായ കാഴ്ചകളൊക്കെയാണെന്ന് കണ്ടോ. കുറവൻമലയും കുറത്തിമലയാണെന്ന് എനിക്ക് തോന്നുന്നു ആ കാണുന്നത്. ഡാമിലെ ജലാശയം നമ്മുടെ ഇടുക്കി ഡാമിൻ്റെയും ചെറുതോണി ഡാമിൻ്റെയും അതിൻ്റെ മുഴുവൻ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഡാമിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നടുക്കൂടെ പാലം പോലെ ഇങ്ങനെ കിടക്കുന്നു. നമുക്ക് ഈ അവിടെയുള്ള ഈ ജലാശയം ഇത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇതുപോലെയുള്ള വിദൂര കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. ഈ ഡാമിൽ കൂടെ ബോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ചെറിയ ബോട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. അത് ഇവിടെ നിന്ന് അത്ര ക്ലിയർ അല്ല, ഒരു പൊട്ട് പോലെ കാണാം. ഞാൻ കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് അപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോഴത്തേക്കും കുറേ കൂടെ വ്യക്തമായിട്ട് കാണാൻ തോന്നും. നമുക്ക് നോക്കാം. ഈ പാർക്കിൽ ഇവിടെ ഈ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുമുണ്ട്. ഇവിടെ ഇത് കണ്ടോ, ചെടികളൊക്കെ വളരെ മനോഹരമായിട്ടെല്ലാം വെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ട് നിറയെ പൂക്കളുമായിട്ട് കദളികൾ ഇവിടെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഒരുപാടുണ്ട് ഈ കദളികൾ. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചെറിയൊരു മാവിൻ്റെ അത്രയും പൊക്കമുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയുടെയൊക്കെ ആയിരിക്കാം അങ്ങനെ. ഇത് കണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇവിടെ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരുപാട് സെറ്റപ്പുകളൊക്കെ ഉണ്ടെന്ന്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇന്നിവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഒരുപാട് കോളേജുകളിൽ നിന്നൊക്കെ ഇവിടെ ഒരുപാട് സ്റ്റുഡൻസിനെ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ബസ്സൊക്കെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു ഇവിടെ ഞാനിപ്പോൾ ഈ വരുന്ന സമയത്തൊക്കെ. സാമാന്യം നല്ല തിരക്ക് തന്നെയാണ്. വരുന്നവരെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല കൂടുതൽ ആൾക്കാരും ഒക്കെ. കൊള്ളാം. അത് ഫോട്ടോ എടുക്കാനും അല്ലെ വീഡിയോ ഒക്കെ എടുക്കാനും പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ പാർക്ക് ഇവിടുത്തെ. ഈ ഡാമിൽ കൂടെ ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങ് ദൂരെ കാണുന്ന ഒരു ബോട്ടാണ് ഡാമിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ്. അത് നമ്മൾ ഡാമിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു സർവീസൊക്കെ നടത്തുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ചെറിയ പൊട്ട് പോലെ ഇങ്ങനെ കാണാം. കുറേ ദൂരെയാണ് കേട്ടോ. ഞാൻ ഈ ക്യാമറ വളരെ സൂം ചെയ്താണ് ഇത്രയും ഇതെടുക്കുന്നത്. വളരെ പൊട്ട് പോലെ കാണാം. ഇവിടെ പിന്നെ സാധാരണ നമ്മുടെ മിക്കവാറും പാർക്കുകളിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു കോഫി ഷോപ്പും ഒക്കെ കാണും. അതുപോലെ എല്ലാം തന്നെ ഇവിടെ എല്ലാം ഉണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെയുള്ള ഒരു പാർക്ക് തന്നെയാണിത്. അതുപോലെ തന്നെ മുകളിലേക്ക് നമ്മൾ ഇവിടുന്ന് കറങ്ങി ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുവാണ്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ സാഹസിക വിനോദങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്കൈ സൈക്ലിങ്, ബർമ ബ്രിഡ്ജ്, അങ്ങനെ ഏതാണ്ടൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. വളരെ സാഹസികമായിട്ടുള്ള എന്തൊക്കെയോ വിനോദങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഏതായാലും പോകുന്നില്ല. ഓരോന്നിനും നമ്മൾ പ്രത്യേകം അവിടെയെല്ലാം പാസ് എടുക്കണം. ഇത് ഇവിടെ ഈ കാണുന്ന ഇത് നമ്മുടെ കൊട്ടവഞ്ചിയാണ്. ഇതിന് 200 രൂപയാണ്ടാന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഞാൻ കയറുന്നില്ല. ഞാൻ നേരത്തെ ഗവി ചെന്നപ്പോൾ കയറിയോണ്ട് അതിലും കയറുന്നില്ല. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നടക്കുകയാണ്. ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി
ആ പുറകിലുള്ള ആ കാഴ്ചകളുണ്ടോ, എത്ര മനോഹരമായ കാഴ്ചയാണെന്നുണ്ടോ. ഡാം അങ്ങ് മലകളും ഇതെല്ലാം കൂടെ. അപ്പം നമുക്ക് ഈ കാണുന്ന ഈ ഒരു ഫ്രെയിം പോലെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കയറി നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. ഈ സൈഡുകളിലൊക്കെ എല്ലാം ഇതുപോലെ ഒരുപാട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെയെല്ലാം നല്ല തിരക്കുമാണ്. ഒരുപാട് ആൾക്കാർ അവിടെ വന്നുകൊണ്ട് റീൽ ചെയ്യാനും അല്ലാതെ എല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുകയും അതിൻ്റെ ഒരു നല്ല തിരക്ക് തന്നെയാണ് അവിടെ. പക്ഷേ നല്ല മനോഹരമായ കുറേ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നല്ല കാറ്റുമാണ്. ഈ ഒരുപാട് ദൂരെ ഒരുപാട് നല്ല കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ വരുന്നവരെ നമ്മൾ ഈ ഡാമിൽ വരുന്നവർ ഡാം കാണാതെ ഇവിടെ വന്നു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈ ഡാമിൻ്റെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മിക്കവാറും ഇപ്പം വരുന്നവരൊന്നും ആ ഡാമിൻ്റെ മുകളിലേക്ക് കയറാതെ തൊട്ടടുത്തുള്ള ഈ പാർക്കിലേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ നിങ്ങൾ ഇടുക്കി ഡാം കാണാൻ വരുന്നവർ നേരെ തൊട്ട് അടുത്തുള്ള ഈ ഹിൽ വ്യൂ പാർക്കിലോട്ട് ഒന്ന് കയറി നോക്കിക്കേ. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കാഴ്ച കണ്ട് ഞാനും തിരിച്ച് പോവുകയാണ്.